ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 27-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂലപാപങ്ങളിലെ 7ാമത്തെ പാപമായ മടിയെക്കുറിച്ചും ഈ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് ഇന്നേ ദിവസം ധ്യാനിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മടിയെന്ന ആ ഒരു പാപം കടന്നു വരുന്നുണ്ടെങ്കിൽ വചനത്തിലൂടെ തന്നെ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് നമുക്കറിയാം, എറുമ്പ് വേനൽക്കാലത്തെല്ലാം ഒരുപാട് കഷ്ടപ്പെടും. അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെ കഴിഞ്ഞ് വലിയ ഭാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ എറുമ്പ് അതിൻ്റെ കൂട്ടിൽ ശേഖരിച്ചു വെക്കും, മഴക്കാലമാകുമ്പോൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ എറുമ്പിനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിവേകപൂർവം പല കാര്യങ്ങളും ചെയ്യണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം മടി പിടിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ സാധാരണ പറയാറുള്ള പഴഞ്ചൊല്ല് പോലെ മടിയൻ മല ചുമക്കും എന്ന അവസ്ഥയിലായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടി പിടിച്ച് നമ്മൾ പലതും ചെയ്യാതിരിക്കുമ്പോൾ ആവശ്യ സമയത്ത് നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മോടൊപ്പം ഉണ്ടാവില്ല. മടി പിടിച്ച് പഠിക്കാതിരുന്നാൽ പഠനത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അവസാനം ഒരുപാട് പഠിക്കാനുള്ളവ കുന്നുകൂടുകയും പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുക അല്ലെങ്കിൽ മാർക്ക് കുറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിലെ മടി മാറ്റിക്കളയണമെന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം തന്നെ 6-ാം അധ്യായത്തില് 9 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയാണ്: മടിയ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? ഇത് നമുക്ക് ആവശ്യമാണ്. ഉറങ്ങിയിരുന്നത് കൊണ്ട് കാര്യമില്ല, പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അല്പനേരം കൂടി വിശ്രമിച്ചിട്ട് ചെയ്യാം എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ വചനം ഇങ്ങനെ പറയുക. 10-ാം തിരുവചനം: കുറച്ച് കൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. തുടർന്ന് 11-ാം തിരുവചനം പറയുകയാണ്: ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും ഇതിന്റെ മുമ്പിലെത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട ജോലികൾ, നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ കടമകൾ, അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കഴിയുമ്പോൾ അവസാനം നമ്മുടെ ആവശ്യ സമയത്ത് ഒന്നും ഉണ്ടാവില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം തന്നെ 19-ാം അധ്യായം 15-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: അലസത ഒരുവനെ ഗാഢ നിദ്രയിലാഴ്ത്തുന്നു, മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ അലസതയിലൂടെ കടന്നുപോയാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ മടിയുള്ളവരായി തീർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മടിയനായി മുന്നോട്ട് പോകുമ്പോൾ അവസാനം പട്ടിണി കിടക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 25-ാം അധ്യായത്തിൽ നമ്മൾ താലന്തുകളുടെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. അതേപോലെ ആ 3-ാമത്തെ ഭൃത്യൻ, അവനൊന്നും ചെയ്തില്ല, ആ താലന്ത് കൊണ്ട് മണ്ണില് കുഴിച്ച് ഒളിച്ചു വയ്ക്കുകയാണ്. തുടർന്ന് യജമാനൻ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 25-ന്റെ 26 പറയുന്നുണ്ട്, യജമാനൻ പറഞ്ഞു: ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. തുടർന്ന് പറയും, ആ പണം പലിശക്കാരുടെ അടുത്ത് കൊടുക്കാമായിരുന്നല്ലോ, അതവൻ ചെയ്തില്ല. അപ്പോൾ തുടർന്ന് അതിനുശേഷം 29-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് കൃത്യമായ സമയത്ത് കൃത്യമായ നേരത്ത് തന്നെ അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമുണ്ടാകണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ന്റെ 5-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. ഉത്സാഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും, ഒരുപാട് മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയുള്ളൂ. എന്നാൽ തിടുക്കം കൂട്ടേണ്ട, ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 20:13 ഇങ്ങനെ പറയുന്നുണ്ട്: ഉറക്കത്തിന് അടിമയാകരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടും, ജാഗരൂകത പാലിക്കുക, നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഉറങ്ങുക അല്ലെങ്കിൽ മടിയുടെ അവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു മേഖലയിലൂടെ കടന്നു പോകാതെ, ഒരുപാട് മടി പിടിച്ച് അല്ലെങ്കിൽ വിശ്രമം എന്നുള്ളതിനെ അതിനപ്പുറത്തേക്ക് കടന്ന് മടിയിലേക്ക് പോകാതെ ആവശ്യത്തിന് വിശ്രമം എടുത്തുകൊണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കാനായിട്ട് പരിശ്രമിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 32-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമൃദ്ധനാകാം, താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും, ഏകാഗ്രചിത്തൻ വിവേകിയാകും. പ്രിയമുള്ളവരെ, അതായത് ഉത്സാഹം വേണം. പഠന മേഖലയായാലും ജോലി മേഖലയായാലും
ഏത് മേഖലയാണെങ്കിലും നമ്മളവിടെ ഉത്സാഹമുണ്ടെങ്കിലേ അതിൽ മുന്നിലെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പഠന മേഖലയിൽ നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ ഉത്സാഹിച്ച് പഠിക്കാനായിട്ട് കഴിയണം. ജോലി മേഖലയിൽ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഉത്സാഹപൂർവ്വം ജോലി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ മൂലപാപങ്ങളെ 7ാമത്തെ പാപത്തോടുകൂടി മൂലപാപങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ പാപങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച സമയങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ മൂലപാപത്തിന്റെ അവസ്ഥകൾ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം നാം ചിന്തിക്കുന്ന മടി എന്ന അവസ്ഥ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹം ഉണ്ടാകണം. ഈശോയുടെ പിന്നാലെ പോകാനും ഈശോയോട് ചേർന്നിരിക്കാനും ഈശോയോട് സംസാരിക്കാനും ഉള്ള ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വിശുദ്ധമായ അഭിഷേകം നിറഞ്ഞ തീഷ്ണത നിറഞ്ഞ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.